1982 ജനുവരി 7 ഡഗ്ലസ് കൗണ്ടി, നെവാഡ. ഡഗ്ലസ് കൗണ്ടിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തു വന്നിരുന്ന പെൺകുട്ടിയായിരുന്നു 18 വയസ്സുള്ള ഷീല ജോസഫൈൻ ഹാരിസ്. ജനുവരി 7 മോർണിംഗ് ഷിഫ്റ്റിലായിരുന്നു ഷീലയുടെ ഡ്യൂട്ടി. എന്നാൽ അന്നവൾ ഡ്യൂട്ടിക്കെത്തിയില്ല. ഇതോടെ സൂപ്പർ മാർക്കറ്റിന്റെ ഇൻചാർജായിരുന്ന വ്യക്തി ഷീല താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു നോക്കി. അവൾ ഫോൺ എടുത്തില്ല. ഇതോടെയാണ് അദ്ദേഹം ഷീലയുടെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞത്. തലേ ദിവസം രാത്രി മുതൽ അമ്മ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തിരുന്നില്ല. എന്തിനും നേരിട്ട് പോയി അന്വേഷിക്കാമെന്ന് ചിന്തിച്ച് അമ്മ ഷീലയുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെത്തി. അവർ രണ്ടുപേരും ഡോർ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഷീല ജെ ഹാരിസ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ഷീല ജോസഫൈൻ ഹാരിസ് എന്ന 18 വയസ്സുകാരിക്ക് സംഭവിച്ചത്? ഷീലയുടെ കില്ലറിനെ പോലീസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഫെബ്രുവരി 26 നെവാഡ സ്റ്റേറ്റിലെ ഡഗ്ലസ് കൗണ്ടിയിലാണ് ഷീല ജെ ഹാരിസ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ ഒരു ആക്ട്രസ് ആവണമെന്ന് സ്വപ്നം കണ്ട് നടന്നിരുന്ന പെൺകുട്ടിയായിരുന്നു ഷീല. ആയതിനാൽ സ്കൂൾ കാലഘട്ടം തൊട്ട് നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ അവൾ പങ്കെടുത്തിരുന്നു. എല്ലാത്തിനും അവളെ സപ്പോർട്ട് ചെയ്തിരുന്നത് അമ്മയായിരുന്നു. എന്നാൽ ഷീല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവളുടെ പാരന്റ്സ് ഡിവോഴ്സായി. അമ്മയുടെ കൂടെ പോവാനായിരുന്നു ഷീല തീരുമാനിച്ചത്. ഡിവോഴ്സായി കുറച്ചു കാലം കഴിഞ്ഞതും അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു. അതിലവർക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. കുട്ടികളെ നോക്കാനും മറ്റുമെല്ലാമായി ഷീലയും അമ്മയെ സഹായിക്കുമായിരുന്നു. ഇതിനിടയിൽ ഡിസ്ട്രിക്ട് ബ്യൂട്ടി കോൺടെസ്റ്റിൽ വിജയിച്ച ഷീല മിസ് നെവാഡ ബ്യൂട്ടി കോമ്പറ്റീഷന് സെലക്ടായി. അതിലും വിജയിച്ചാൽ നാഷണൽ ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ തന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു ദിവസം യാഥാർത്ഥ്യമാവുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ പെൺകുട്ടി. അങ്ങനെയിരിക്കെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഷീല ജെ ഹാരിസ് ഹയർ സ്റ്റഡീസിനായി കഴ്സൺ സിറ്റിയിലേക്ക് താമസം മാറ്റി. അമ്മയുടെ വീട്ടിൽ നിന്നും കോളേജിലേക്ക് 40 കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരുന്നതിനാലാണ് കഴ്സൺ സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്ത് തനിച്ച് താമസിക്കാൻ ഷീല തീരുമാനിച്ചത്. ജീവിത ചെലവുകൾക്കുള്ള തുക കണ്ടെത്താനായി ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈം ജോബിനും പോയി തുടങ്ങി. അങ്ങനെ പഠനവും ജോലിയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് ഷീല സ്റ്റീഫൻ ഫർലോങ് എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുന്നതും അവനുമായി ഡേറ്റിംഗ് ആരംഭിച്ചതും. വളരെ പെട്ടെന്ന് തന്നെ ഇരുവരും ഇഷ്ടത്തിലായി. ഒഴിവു സമയം കിട്ടുമ്പോഴൊക്കെ ഷീല സ്റ്റീഫനെ കാണാൻ പോവുകയും അവനോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യും. പഠനവും ജോലിയുമെല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് കുറച്ചു സമയമാണെങ്കിലും ഷീല അത് സ്റ്റീഫന് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ചെറിയൊരു ആക്സിഡന്റ് പറ്റി സ്റ്റീഫന്റെ കൈ ഒടിഞ്ഞത്. അങ്ങനെ കുറച്ചു ദിവസത്തേക്ക് സ്റ്റീഫന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടെ എല്ലാ ദിവസവും വൈകുന്നേരം ഷീല അവനെ വീട്ടിൽ പോയി കണ്ടതിനു ശേഷം മാത്രമേ അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോവുമായിരുന്നുള്ളൂ. അങ്ങനെ 1982 ജനുവരി 6 വൈകുന്നേരവും ഷീല സ്റ്റീഫന്റെ വീട്ടിൽ കുറച്ചുനേരം ഇരുന്നതിനു ശേഷമാണ് പോയത്. അടുത്ത ദിവസം സൂപ്പർ മാർക്കറ്റിൽ മോർണിംഗ് ഷിഫ്റ്റ് തുടങ്ങുകയാണ് എന്നും നേരത്തെ കിടന്നുറങ്ങണമെന്നും പറഞ്ഞിട്ടാണ് അവൾ സ്റ്റീഫന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ അടുത്ത ദിവസം രാവിലെ ഷീല ഡ്യൂട്ടിക്കെത്തിയില്ല. ഇതിനെ തുടർന്നാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റിന്റെ ഇൻചാർജായിരുന്ന വ്യക്തി ഷീലയുടെ അമ്മയെ വിളിച്ചതും അവർ നടത്തിയ പരിശോധനയിൽ അപ്പാർട്ട്മെന്റിനകത്ത് നിന്നും അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതും. ഡഗ്ലസ് കൗണ്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഡെഡ് ബോഡി പരിശോധിച്ചപ്പോൾ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി. ഷീലയുടെ തലയിൽ ഭാരം കൂടിയ എന്തോ ഒരു ആയുധം കൊണ്ട് അടിച്ചിട്ടുണ്ട്. കൂടാതെ കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങളും കാണാം. ഡെഡ് ബോഡി കിടന്നിരുന്ന ബെഡിനടുത്തുള്ള ചുമര് ചെറുതായി പൊളിഞ്ഞിട്ടുണ്ട്. താഴെ നിലത്തായി മരത്തിന്റെ ചെറിയ ചീളുകൾ ചിതറിക്കിടക്കുന്നു. അതായത് കില്ലർ ഷീലയെ ഒരു മരക്കഷ്ണം കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. ഒരടി ലക്ഷ്യം തെറ്റി ചുമരിൽ കൊണ്ടപ്പോഴാണ് ചുമര് പൊളിഞ്ഞതും മരത്തിന്റെ ചീളുകൾ നിലത്ത് തെറിച്ചതും. ആ റൂമിനകത്തുണ്ടായിരുന്ന ഒരു ടേബിൾ ലാമ്പും നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കേബിൾ പൊട്ടിച്ചെടുത്തിട്ടുമുണ്ട്. ഇതോടെ ആ ടേബിൾ ലാമ്പിന്റെ കേബിൾ കൊണ്ടാണ് കില്ലർ ഷീലയുടെ കഴുത്ത് ഞെരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. ക്രൈം സീനിൽ നിന്നും തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയച്ചു. ഷീല ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ മെഡിക്കൽ എക്സാമിനർ അവളുടെ ദേഹത്ത് നിന്നും കില്ലറിന്റെ സീമനും കണ്ടെത്തി. പക്ഷേ 1982 DNA ടെസ്റ്റുകളൊന്നും നടത്താൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ തെളിവ് കൊണ്ട് കാര്യമായ ഗുണം അന്നുണ്ടായില്ല. ഷീലയുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, നെയ്ബേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, ബോയ് ഫ്രണ്ട് തുടങ്ങിയവരെയെല്ലാം പോലീസ് പലതവണ ചോദ്യം ചെയ്തു. ഷീലയ്ക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ് കില്ലർ എന്നതായിരുന്നു പോലീസുകാരുടെ പ്രാഥമിക നിഗമനം. കാരണം ആ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ചു വന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നില്ല.
കൊലപാതകം നടന്ന ദിവസം രാത്രി ഷീല വാതിൽ തുറന്നു കൊടുത്തതിനാലാണ് കില്ലർ അകത്ത് കയറിയിരിക്കുന്നത്. ഏതോ ഒരു പരിചയക്കാരൻ അന്ന് ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടന്നിട്ടും നെയ്ബേഴ്സ് ആരും തന്നെ ഒരു ശബ്ദവും കേട്ടിട്ടില്ല. ഇതോടെ ഇത് ആകസ്മികമായി നടന്നൊരു കൊലപാതകമല്ല എന്നും വെൽ പ്ലാൻഡ് മർഡർ ആണെന്നും പോലീസുകാർക്ക് മനസ്സിലായി. ഷീലയെ മയക്കിക്കിടത്തിയതിനു ശേഷമായിരിക്കണം അവളെ റേപ്പ് ചെയ്തതും അതിനുശേഷം കൊലപ്പെടുത്തിയതും. അതല്ല എങ്കിൽ നെയ്ബേഴ്സ് തീർച്ചയായും ശബ്ദം കേട്ടിട്ടുണ്ടാവും. ക്രൈം സീനിൽ ഫിംഗർ പ്രിന്റ്സ് ഉൾപ്പെടെയുള്ള തെളിവുകൾ പതിയാതിരിക്കാനും കില്ലർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ കില്ലർ ആദ്യമായല്ല ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നും ഒരുപക്ഷെ അയാൾ ഒരു സീരിയൽ കില്ലർ ആവാനും സാധ്യതയുണ്ട് എന്നും പോലീസ് ചിന്തിക്കുന്നു. ഷീല താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്തിരുന്നത് സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന പലരും ക്രിമിനൽ കേസുകളിൽ പ്രതികളായിരുന്നു. അത്ര സേഫ് ഒന്നുമല്ലാതിരുന്ന സ്ഥലമായിരുന്നിട്ടും റെന്റ് കുറവാണല്ലോ എന്ന ഒറ്റ കാരണം കൊണ്ടായിരുന്നു ഷീല അവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. അതിനാൽ തന്നെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഇത്തരത്തിൽ ഒരു മാസത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനിടയ്ക്ക് 70-ലധികം ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്തു വിടുകയും ചെയ്തു. എന്നിട്ടും കാര്യമായ ഒരു ലീഡും ലഭിച്ചില്ല. ഇതോടെ കേസന്വേഷണം തുടക്കം മുതൽ വീണ്ടും ആരംഭിച്ചു. കേസന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷീലയുടെ കാമുകനായ സ്റ്റീഫനുമേൽ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു നാട്ടുകാരായ ക്രിമിനൽസിന് നേരെ അന്വേഷണം വഴിതിരിഞ്ഞത്. അത് ഫലം കാണാതായതോടെ സ്റ്റീഫനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് ഷീലയെ അവസാനമായി കണ്ടത് സ്റ്റീഫനായിരുന്നു. അന്നവൻ ഷീലയോടൊപ്പം അവളുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ എൻട്രൻസ് വരെ പോയിട്ട് തിരിച്ചുപോയി എന്നാണ് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരുന്നത്. കൈയൊടിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലും അവൻ ഷീലയുടെ അപ്പാർട്ട്മെന്റിലെത്തി എന്നുള്ളതാണ് പോലീസിൽ സംശയമുണ്ടാക്കിയത്. ഷീലയുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് അവൻ കയറിയിട്ടില്ല എന്ന് പലതവണ പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും വിശ്വാസത്തിലെടുത്തില്ല. ഓൾറെഡി പരിചയക്കാരനാണ് അവളെ കൊന്നത് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. ഇപ്പോൾ ബോയ്ഫ്രണ്ടിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുകൂടി അറിഞ്ഞതോടെ അവരുടെ സംശയം വർദ്ധിച്ചു. ഷീല താമസിക്കുന്ന ഏരിയ മോശമായിരുന്നതിനാലും അന്നവൾ രാത്രിയാണ് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോയത് എന്നുള്ളതിനാലും ഒരു കൂട്ടിനു വേണ്ടിയാണ് ഞാനും കൂടെ പോയത് എന്നായിരുന്നു സ്റ്റീഫൻ പറയുന്നത്. അതുപോലെ ക്രൈം സീനിൽ നിന്നും സ്റ്റീഫനെതിരായ ഒരു തെളിവും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതോടെ സ്റ്റീഫനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് നിർബന്ധിതരായി. അതിനോടകം ലോക്കൽ മീഡിയാസ് കേസ് ഏറ്റെടുത്ത് വലിയ വിവാദങ്ങളുണ്ടാക്കി. സ്റ്റീഫനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതാണ് വിവാദമായത്. സ്റ്റീഫന് ഷീലയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും അവനെ രക്ഷിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുമുള്ള തരത്തിൽ തുടർച്ചയായി വാർത്തകൾ വന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. സ്റ്റീഫന്റെ സഹോദരൻ കഴ്സൺ സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. സ്റ്റീഫന്റെ അച്ഛനും പോലീസ് ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക്കൽ മീഡിയാസ് പല കഥകളും മെനയാൻ തുടങ്ങിയത്. സ്റ്റീഫന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്വാധീനമുണ്ടെന്നും സഹോദരൻ ഇടപെട്ടാണ് അവനെ കേസിൽ നിന്നും ഒഴിവാക്കിയത് എന്നുമുള്ള രീതിയിൽ വാർത്തകൾ വന്നു. പൊതുജനങ്ങൾ ആ കഥ വിശ്വസിച്ചതോടെ സ്റ്റീഫന്റെ കുടുംബം പ്രതിക്കൂട്ടിലായി. ജനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളും കുടുംബം നേരിടേണ്ടതായി വന്നു. ഇതിനിടയിൽ മദ്യപിച്ച് വാഹനമോടിക്കുകയും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്ത കേസിൽ സ്റ്റീഫൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഷീലയുടെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ഷീലയും സ്റ്റീഫനും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു പ്രശ്നങ്ങളുമുള്ളതായി തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നും അവർ വളരെ ഹാപ്പിയോടെ തന്നെയാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഷീല അവളുടെ പാരന്റ്സിനോടും സ്റ്റീഫനെക്കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഷീലയുടെ തലയിൽ ശക്തമായ അടിയേറ്റതിനെ തുടർന്ന് ചോര വാർന്നുപോയതും ടേബിൾ ലാമ്പിന്റെ കേബിൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതുമാണ് മരണകാരണമായിരിക്കുന്നത്. അപകടം പറ്റി കൈയൊടുങ്ങിയിരിക്കുന്ന സ്റ്റീഫനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഉറപ്പായതിനെ തുടർന്നാണ് പോലീസ് അവനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. പക്ഷേ മാധ്യമ വിചാരണയും പൊതുജനങ്ങളുടെ പ്രതിഷേധങ്ങളും കാരണമുണ്ടായ മാനസിക വിഷമത്തെ തുടർന്ന് സ്റ്റീഫൻ മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയവേ സ്റ്റീഫൻ ഫർലോങ് ജയിലിനകത്ത് വെച്ച് തൂങ്ങി മരിച്ചു. താനല്ല ഷീലയെ കൊന്നത് എന്ന് സഹതടവുകാരോട് വിഷമത്തോടെ പറഞ്ഞതിനു ശേഷം ആ ദിവസം രാത്രിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതേസമയം പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റൊരാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേരായിരുന്നു ഡേവിഡ് വിൻഫീൽഡ് മിച്ചൽ. ഷീല താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ചെറിയ അറ്റകുറ്റപ്പണികളും ഗാർഡനിങ് ജോലികളും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഡേവിഡ് മിച്ചൽ. അയാൾക്കെതിരെ ഡയറക്റ്റ് എവിഡൻസുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞ് ഏത് അപ്പാർട്ട്മെന്റിലും കയറി ചെല്ലാൻ അയാൾക്ക് കഴിയുമായിരുന്നു. രണ്ടാമത്തേത്, ഷീല കൊല ചെയ്യപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതും ഡേവിഡ് ജോലി രാജിവെച്ചു. പിന്നീട് അയാൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമുണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പോലീസ് ഡേവിഡിനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല.
ഇതോടെയാണ് ഡേവിഡ് മിച്ചൽ സസ്പെക്റ്റ് ആയത്. അയാളുടെ ഭാഗത്തു നിന്നും വല്ല മോശമനുഭവവും ഉണ്ടായിട്ടുണ്ടോ എന്നറിയുന്നതിനു വേണ്ടി പോലീസ് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റ് താമസക്കാരെയെല്ലാം ചോദ്യം ചെയ്തു. എന്നാൽ അത്തരത്തിലൊരു അനുഭവം തങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് ചിലർ മൊഴി കൊടുത്തപ്പോൾ ചെറിയ പെൺകുട്ടികളെ കണ്ടാൽ അയാൾ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമെന്നാണ് മറ്റു ചിലർ പറഞ്ഞത്. ഇതോടെ ഡേവിഡിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പക്ഷേ കൊലപാതകം നടന്ന 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഡേവിഡിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിഞ്ഞത്. ചോദ്യം ചെയ്ത സമയത്ത് കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് ഡേവിഡ് പറഞ്ഞത്. പക്ഷേ 4 വർഷത്തോളം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മാറി താമസിച്ചതിന് അയാൾക്ക് വിശദീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഡേവിഡിനെതിരായ പ്രധാനപ്പെട്ടൊരു തെളിവ് പോലീസുകാർക്ക് ലഭിച്ചു. കൊലപാതകം നടന്ന സമയത്ത് ക്രൈം സീനിൽ ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ ഒരു പുരുഷന്റെ മുടി ലഭിച്ചിരുന്നു. അത് ഡേവിഡിന്റെ മുടിയുമായി മാച്ച് ആയതാണ് അയാൾക്കെതിരായത്. എന്നാൽ കൊലപാതകം നടന്ന ദിവസം ഞാൻ ഷീലയുടെ ഉൾപ്പെടെ ധാരാളം പേരുടെ അപ്പാർട്ട്മെന്റുകളിൽ മെയിൻ്റനൻസ് വർക്കിന് പോയിരുന്നുവെന്നും ആയതിനാൽ എന്റെ മുടി ലഭിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതിയാവില്ല എന്നായിരുന്നു ഡേവിഡിന്റെ വാദം. ഈ ഒരു തെളിവ് വെച്ച് മാത്രം പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പോലീസിന് അയാളെ കസ്റ്റഡിയിൽ നിന്നും റിലീസ് ചെയ്യേണ്ടതായി വന്നു. പിന്നീട് കേസിൽ യാതൊരു പുരോഗതിയുമില്ലാതെ വർഷങ്ങൾ കടന്നുപോയി. കൊലപാതകം നടന്ന് 17 വർഷങ്ങൾക്ക് ശേഷം 1999 കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടു. DNA ടെക്നോളജി വെച്ച് നിരവധി കേസുകൾ തെളിയിക്കപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതോടെ ഷീലയുടെ അമ്മ അപേക്ഷയുമായി മേലധികാരികളുടെ മുന്നിലെത്തി. ഇതിനെ തുടർന്നാണ് കേസ് റീഓപ്പൺ ചെയ്യാൻ തീരുമാനമായത്. ഓൾറെഡി കില്ലറിന്റെ സീമൻ സാമ്പിളും സസ്പെക്റ്റായ ഡേവിഡ് മിച്ചലിന്റെ ഹെയർ സാമ്പിളും പോലീസുകാരുടെ കൈവശമുണ്ട്. കൂടാതെ 1986 ഡേവിഡ് മിച്ചലിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പരിശോധനാ ഫലം പുറത്തുവന്നു. ഷീലയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച കില്ലറിന്റെ സീമൻ സാമ്പിളിൽ നിന്നുമുള്ള DNA-യും ഡേവിഡ് മിച്ചലിന്റെ DNA-യും 100% മാച്ചാണ്. കില്ലർ അയാൾ തന്നെ. ഉടനെ മിച്ചലിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് ഹാജരാക്കാൻ പോലീസ് തീരുമാനിച്ചു. അപ്പോഴാണ് അടുത്ത തടസ്സമുണ്ടാവുന്നത്. ഈ പറയുന്ന ഡേവിഡ് മിച്ചൽ അമേരിക്കക്കാരനല്ല. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിൽ നിന്നും ജോലി അന്വേഷിച്ച് USA-യിലെത്തിയതാണ്. അയാൾ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് അയാളിപ്പോൾ ജോലി ചെയ്യുന്നത്. ഉടനെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ ഗവൺമെന്റുമായി അമേരിക്കൻ ഗവൺമെന്റ് ബന്ധപ്പെടുകയും ഡേവിഡ് മിച്ചൽ ഒരു മർഡർ കേസിലെ പ്രതിയാണെന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഡേവിഡ് മിച്ചലിനെ അമേരിക്കയ്ക്ക് കൈമാറാൻ വീണ്ടും കുറെ വർഷങ്ങളെടുത്തു. 2006 ഡേവിഡിനെ കൈമാറാൻ തീരുമാനമായത്. ഒടുവിൽ ഡേവിഡിനെ നെവാഡ സ്റ്റേറ്റിലെത്തിച്ച് കേസിലെ വിചാരണ ആരംഭിച്ചു. ഇതോടെയാണ് യഥാർത്ഥ കില്ലർ ഡേവിഡ് ആണെന്നും ഷീലയുടെ കാമുകൻ സ്റ്റീഫൻ മാധ്യമ വിചാരണയുടെ ഇരയാണെന്നും ഒരു നിരപരാധിയുടെ ജീവനെടുത്തതിൽ നമുക്കും പങ്കുണ്ട് എന്നും ഡഗ്ലസ് കൗണ്ടിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. പക്ഷേ ഡേവിഡിന്റെ ഡിഫൻസ് ലോയർ സ്റ്റീഫനെ വീണ്ടും കുറ്റക്കാരനാക്കി തന്റെ കക്ഷിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോടതിയിൽ നടത്തിയത്. സ്റ്റീഫനാണ് യഥാർത്ഥ കില്ലറെന്നും ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നുമായിരുന്നു ഡിഫൻസ് വാദം. എന്നാൽ ഡിഫൻസിന്റെ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ പ്രോസിക്യൂഷൻ DNA ടെസ്റ്റിന്റെ റിസൾട്ടുകളെല്ലാം കോടതി മുൻപാകെ ഹാജരാക്കി. അതിനോടൊപ്പം ഷീലയുടെ കൊലപാതകത്തിന് മുൻപ് സ്ത്രീകൾക്കുമേൽ അതിക്രമം നടത്തിയതിന് 5ഓളം കേസുകൾ ഡേവിഡിന് മേലുണ്ട് എന്നും പ്രോസിക്യൂഷൻ തെളിയിച്ചു. 1960 കാലഘട്ടങ്ങളിൽ ഡേവിഡ് താമസിച്ചിരുന്നത് ന്യൂയോർക്കിലായിരുന്നു. അവിടെയുള്ള വീടുകളിൽ അതിക്രമിച്ചു കയറി ഇലക്ട്രിക് കേബിൾ കൊണ്ട് 3ഓളം സ്ത്രീകളെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡേവിഡിന് 10 വർഷം ജയിൽ ശിക്ഷ ലഭിച്ചിരുന്നു. 10 വർഷത്തിനു ശേഷം ജയിൽ മോചിതനായ ഡേവിഡ് കാലിഫോർണിയയിലേക്ക് താമസം മാറ്റി. അവിടെയും സ്ത്രീകളെ ആക്രമിച്ചു. 9 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ഡേവിഡ് വീണ്ടും അറസ്റ്റിലായി. ഇത്തവണ 3 വർഷത്തേക്കാണ് ശിക്ഷിക്കപ്പെട്ടതെങ്കിൽ വെറും 1.5 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങി. വീണ്ടും പോലീസ് നിരീക്ഷണത്തിൽപ്പെടാതെ വർഷങ്ങളോളം നെവാഡയിലെ ഡഗ്ലസ് കൗണ്ടിയിൽ താമസിച്ചു വരുന്നതിനിടയ്ക്കാണ് ഷീലയെ കൊലപ്പെടുത്തിയത്. ഇത് തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ തെളിയിച്ചു. കൊലപാതകം നടന്ന ദിവസം വൈകുന്നേരം റിപ്പയർ വർക്കിനായി ഷീലയുടെ അപ്പാർട്ട്മെന്റിലെത്തിയ ഡേവിഡ് മിച്ചൽ അവളെ അടിച്ചു വീഴ്ത്തിയതിനു ശേഷം റേപ്പ് ചെയ്യുകയായിരുന്നു. പിന്നീട് ടേബിൾ ലാമ്പിന്റെ കേബിൾ കഴുത്തിലിട്ട് മുറുക്കി മരണം ഉറപ്പാക്കി. ഇതാണ് നടന്നിരിക്കുന്നത്. കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ശിക്ഷിക്കപ്പെടുമ്പോൾ 63 വയസ്സായിരുന്നു അയാളുടെ പ്രായം. ശിക്ഷാ കാലയളവിൽ പരോളൊന്നും അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം അയാൾ ജയിലിൽ തന്നെ കഴിയേണ്ടതായി വരും. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷീല താമസിച്ച അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ എല്ലാ ജീവനക്കാരെയും, അതായത് ഡേവിഡ് മിച്ചലിനെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടും ഇത്രയും ക്രിമിനൽ ഹിസ്റ്ററിയുള്ള അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വീഴ്ച.
ഒരുപക്ഷെ അന്ന് ഡേവിഡിനെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഷീലയുടെ കാമുകനായ സ്റ്റീഫൻ ഫർലോങ്ങിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഷീലയെ അത്രമേൽ സ്നേഹിച്ചിരുന്നതിനാലാവാം തനിക്കുമേൽ ആരോപണം വന്നപ്പോൾ സ്റ്റീഫന് സഹിക്കാൻ കഴിയാതായതും അവൻ ആത്മഹത്യ ചെയ്തതും. സ്റ്റീഫന്റെ മരണത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മാധ്യമ വിചാരണയാണ് ആ യുവാവിന്റെ ജീവനെടുത്തത്. അതുപോലെ ഈ സെക്സ് ഒഫൻഡേഴ്സിനെയെല്ലാം വെറും 2-3 വർഷത്തിന് ശിക്ഷിച്ചു വിടുന്നതിനു പകരം ആദ്യമേ അർഹിച്ച ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ആ പാവം പെൺകുട്ടിയുടെ ജീവനും നഷ്ടപ്പെടില്ലായിരുന്നു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.